guys, welcome back to Anlia's World. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ബീഫ് കറിയാണ്. കുട്ടികൾക്ക് വരെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബീഫ് കറിയാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. വീഡിയോയ്ക്ക് മുമ്പായിട്ട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ലൈക്ക് ചെയ്യണം, പിന്നെ ഉപകാരപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യാനും കൂടെ മറക്കണ്ട. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ബീഫ് കറിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ: സവാള, വെളുത്തുള്ളി, ഇഞ്ചി, കരിവേപ്പില, തക്കാളി, പച്ചമുളക്, മസാല, കുരുമുളക് പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, തേങ്ങാക്കൊത്ത്. ആദ്യമായി ബീഫ് കറി വയ്ക്കുന്നതിനായി ഗ്യാസിലോട്ട് കുക്കർ വയ്ക്കുക. കുക്കർ വെച്ചതിന് ശേഷം അല്പം എണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിന് ശേഷം കടുക് ഇടുക. കടുക് പൊട്ടിയതിന് ശേഷം സവാള, ഇഞ്ചി, വെളുത്തുള്ളി അതിലേക്കിട്ട് നന്നായി ഇളക്കി വഴറ്റുക. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന സവാള, ഇഞ്ചി, വെളുത്തുള്ളി ഇടാം. എളുപ്പം വേകുന്നതിനായി അല്പം ഉപ്പും കൂടി ഇട്ട് ഇളക്കാം. ഈ രീതിയിൽ നന്നായി ഇളക്കി കൊടുക്കുക. നല്ല ഗോൾഡൻ കളർ ആവുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇതിലേക്ക് അല്പം കരിവേപ്പില ഇടാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കുറച്ച് നേരം അടച്ചു വെച്ചതിന് ശേഷം തുറന്ന് നോക്കാം. അടച്ചു വെച്ച് തുറന്നതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കാം. സവാള ചെറുതായിട്ട് ഗോൾഡൻ കളറിലേക്ക് ആകുന്നുണ്ട്. ഉള്ളി വരണ്ടതിന് ശേഷം നമുക്കിതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം, തക്കാളിയും ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. ഇളക്കി അത് അല്പനേരം മൂടി വയ്ക്കാം. ഇപ്പോൾ ഇതെല്ലാം നന്നായി വഴണ്ടിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മസാലക്കൂട്ടുകൾ ചേർക്കാം. ആദ്യമായി നമുക്ക് വീട്ടിൽ പൊടിച്ച ഗരം മസാല ചേർക്കാം. അതിനുശേഷം കുരുമുളക് പൊടി ചേർക്കാം. അതിനുശേഷം മുളക് പൊടി ചേർക്കാം. 2 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർക്കേണ്ടത്. 2 ടീസ്പൂൺ മല്ലിപ്പൊടി, അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാവുന്നതാണ്. ഇത് ഇളക്കി ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം. അതിനുശേഷം തിളപ്പിച്ചാറ്റിയ ചൂടുവെള്ളം ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. ഇതിനുശേഷം നമുക്ക് തേങ്ങാക്കൊത്ത് ഇതിലേക്ക് ഇടാം. ഇത് വറുത്തിടുന്നതും നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ ഞങ്ങൾ വറക്കാതെയാണ് ഇടുന്നത്. എന്നിട്ട് ഇതെല്ലാം നന്നായി യോജിപ്പിക്കാം. ഇനി നമുക്ക് ചൂടാക്കിയ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ബീഫ് നന്നായി കഴുകി അതിലെ വെള്ളം മൊത്തം മാറിയതിന് ശേഷം നമുക്ക് ഈ കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരല്പം കായം ചേർക്കുന്നത് നല്ലതായിരിക്കും. ഇനി ഇതെല്ലാം നമുക്ക് നന്നായി യോജിപ്പിക്കാം. ഇതിലേക്ക് കുറച്ചും കൂടെ ചൂടുവെള്ളം ചേർത്തിട്ട് മൂടി വയ്ക്കാം. എന്നിട്ട് അല്പം കൂടി ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് 4 പ്രഷർ വരുന്നിടം വരെ അടച്ചു വയ്ക്കാം. അപ്പോൾ ഗൈസ്, നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. അങ്ങനെ നമ്മുടെ അടിപൊളി ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഈ ബീഫ് കറി ഇഷ്ടപ്പെട്ടവർ ഉറപ്പായും ട്രൈ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമ്മുടെ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും പോകരുതേ. ടാറ്റാ.